പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതിനായി യേശു രാജാവ് എളിദാസിനെ അനുവദിച്ചോർത്ത് നന്ദി പറയുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, അല്പസമയം മുമ്പ് ഒരു ചെറിയ വാർത്ത കണ്ടു. അതിനകത്തൊരു പുതിയ റോക്കറ്റ് ഇന്ത്യയിൽ നിന്നും ബഹിരാകാശത്തിൽ കുതിച്ചു വരുന്നു എന്ന് പറയുന്ന റോക്കറ്റ്. അതിൻ്റെ താഴെ കുറേ വാർത്തകളൊക്കെ കേൾക്കുന്നത് ഇപ്രകാരമാണ്: നമുക്ക് ടവർ ഇല്ലാതെ ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും ഇരുന്നു കൊണ്ട്, റേഞ്ച് ഇല്ല, അങ്ങനെയുള്ള പരാതിയൊന്നും വേണ്ട, എവിടെയും ഇരുന്നു കൊണ്ട് നമുക്ക് മൊബൈൽ ഫോണിൽ കൂടെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കൂടെ ഒക്കെയുള്ള സിഗ്നൽസ് കിട്ടും. അതിനുള്ള സംവിധാനമാണ് ഒരുക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ വാർത്താ മാധ്യമങ്ങളുടെ പ്രഭാഷണങ്ങളൊക്കെ ഞാൻ കേൾക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഇത് കേട്ടപ്പോൾ എനിക്ക് നേരത്തെ പരിചയമുള്ളൊരു വചനമാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അപ്പോൾ ശാസ്ത്രം വലിയ ശക്തിയോടെ പുരോഗമിക്കുന്നു. പിന്നെ അതിനപ്പുറത്തൊരു വാർത്ത കണ്ടത് 2036 കൂടി വലിയൊരു ആണവ നിലയം ചന്ദ്രനിൽ പണിയുവാൻ റഷ്യ തീരുമാനിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയും ഒരു വലിയ ആണവ നിലയങ്ങളും ആണവ യുദ്ധ സംവിധാനങ്ങളുമൊക്കെ ചന്ദ്രനിൽ കയറ്റി വെക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ ശാസ്ത്രം അതിൻ്റെ പൂർണ്ണാവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു. ശാസ്ത്രം മനുഷ്യബുദ്ധിക്ക് അപ്പുറത്തേക്ക് പ്രവേശിക്കുന്നു. ശാസ്ത്രത്തിൻ്റെ പുരോഗതി മനുഷ്യനിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ശാസ്ത്രവും ശാസ്ത്രീയ അതിൻ്റെ മഹത്വവും അതിൻ്റെ സന്തോഷവും അതിൻ്റെ ലഭ്യതയും ഒക്കെ കൊണ്ട് മനുഷ്യൻ വളരെ ആനന്ദപുളകിതമായിരിക്കുന്നു എന്നൊക്കെയാണ് വാർത്തകളിൽ കൂടെയൊക്കെ കേൾക്കുന്നത്. നമ്മളും ചിന്തിക്കും, നമ്മൾ ന്യായമായിട്ട് ചിന്തിക്കും, അങ്ങനെയാണെങ്കിൽ എൻ്റെ വീട്ടിൽ റേഞ്ച് ഇല്ല. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, എനിക്ക് വൈഫൈ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വൈഫൈ ഒക്കെ ഉപേക്ഷിക്കുക, എവിടെ ഇരുന്നും നല്ല സ്പീഡിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് ഞാനും ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ കുറേ ജനങ്ങളൊക്കെ ചിന്തിക്കുന്നത്. പക്ഷേ അതിനകത്ത് വലിയൊരു ചതിയുടെ വലിയൊരു തകരാറ്, വലിയൊരു പ്രശ്നം അതിനകത്ത് പുറകെ വരുന്നുണ്ട്. ഇപ്പോഴല്ല, പുറകെ വരുന്നുണ്ട്. അതെന്താണ് ഈ സംഭവം, എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കണം. അതായത് ആമോസ് പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം, അതിനകത്ത് കർത്താവ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം നമ്മൾ അതിൻ്റെ അടുത്ത ഷിപ്പിലേക്ക് വരാൻ. എങ്കിലും നമുക്ക് എൻ്റെ നേട്ടം, അതിൻ്റെ നേട്ടത്തിൻ്റെ ഭവിഷ്യത്തോ അല്ലെങ്കിൽ നേട്ടമോ എന്താണ്, എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോഴാണ് സാധനം അതിങ്ങനെയാണ്: ഒരുവനും ഓടി ഒളിക്കാൻ കഴിയുകയില്ല, ഒരുവനും രക്ഷപ്പെടുകയുമില്ല. അവർ പാതാളത്തിലേക്ക് തുരന്നിറങ്ങിയാലും ഞാൻ അവരെ പിടിക്കും. അതാണ് നമ്മളറിയാം. തുരങ്കങ്ങളെക്കുറിച്ചൊക്കെ ഇസ്രായേലും ഹമാസ് തമ്മിലുള്ള യുദ്ധത്തിൽ അതിൻ്റെ തുരങ്കങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നു. വലിയ ഭൂമിക്കടിയിൽ തുരങ്കങ്ങൾ, അത് ഓരോ രാഷ്ട്രങ്ങൾക്കും ഭൂമിക്കടിയിൽ അതിൻ്റെ വലിയ നഗരങ്ങൾ പോലുള്ള സംവിധാനങ്ങളും ഒളിച്ചിരിക്കാനും ഓടി രക്ഷപ്പെടാനും ഒക്കെയുള്ള ആഴങ്ങളിൽ വലിയ തുരങ്കങ്ങളും വലിയ സംവിധാനങ്ങളും ഓരോ രാഷ്ട്രങ്ങളും അതിൻ്റെ ഭരണഘടന അനുസരിച്ച് അതിൻ്റെ സംവിധാനം അനുസരിച്ച് ഉണ്ടാക്കുന്നുണ്ട് നമുക്കറിയാം. അതുപോലെ ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്തേക്കോ അല്ലെങ്കിൽ ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകാനുള്ള തുരങ്കങ്ങളും ഭൂമിക്കടിയിലൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. അപ്പോൾ കർത്താവ് ഇത് മുന്നേ കണ്ടുകൊണ്ട് കർത്താവ് പറയുകയാണ്. ഇപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് നമുക്കത് മനസ്സിലാകുന്നത്. ഇതിപ്പോൾ ഒരു 100 വർഷം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ എന്താണ് ദൈവം ഇത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. എന്നാൽ ഇപ്പോൾ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. അവർ പാതാളത്തിലേക്ക് തുരന്നിറങ്ങിയാലും ഞാൻ അവരെ പിടികൂടും. ഏത് തുരങ്കമുണ്ടാക്കി നീ ഭൂമിക്കടിയിൽ ഒളിച്ചിരുന്നാലും കർത്താവ് നിന്നെ പിടിക്കും എന്ന് പറയുകയാണ്. രണ്ടാമത് പറയാണ്, ആകാശത്തിലേക്ക് അവർ കയറിപ്പോയാലും അവിടെ നിന്ന് ഞാൻ അവരെ വലിച്ച് താഴെ ഇറക്കും. അതായത് നമ്മളിപ്പോൾ ചൊവ്വാഗ്രഹത്തിലേക്ക് പോകുന്നുണ്ട്, ചന്ദ്രനിലേക്ക് പോകുന്നുണ്ട്. ഇനി അടുത്ത ദിവസങ്ങളിൽ ആരൊക്കെ ശാസ്ത്രം കുറച്ചുകൂടെ പുരോഗമിച്ചാൽ ബുധനിലേക്കോ ശുക്രനിലേക്കോ അല്ലെങ്കിൽ നെപ്റ്റ്യൂണിലേക്കോ ഒക്കെ പോകാനുള്ള സംവിധാനം നമുക്കൊരു പക്ഷേ ഉണ്ടായിക്കൂടുന്നൊന്നുമില്ല. അപ്പോൾ അതും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കർത്താവ് ഇത് മുൻകൂട്ടി എഴുതി വെച്ചിരിക്കുകയാണ്. അവർ ആകാശത്തിലേക്ക് കയറിപ്പോയാൽ, നമുക്കറിയാം നമ്മുടെ മനുഷ്യർ ആകാശത്തിലേക്ക് കയറിപ്പോയി, റോക്കറ്റ് കയറിപ്പോയി, ചന്ദ്രനിൽ പോയി ഇറങ്ങിയതൊക്കെ നമ്മൾ വാർത്തകൂടെ കേൾക്കാറുണ്ട്. അതൊക്കെ സത്യമാണ് എന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഇത് കർത്താവ് എഴുതി വെച്ചിരിക്കുന്നത് ഇപ്പോൾ സംഭവിക്കാം. ആ സംഭവിച്ച് നമ്മുടെ കൺമുമ്പിൽ കാണുമ്പോൾ നമുക്ക് ഞാനിതിൻ്റെ ക്ലാസ്സിന് അവസാനം പറ്റൊരു കാര്യം പറയാം. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അവർ ആകാശത്തിലേക്ക് കയറിപ്പോയാലും അവിടെ നിന്ന് ഞാൻ അവരെ വലിച്ചു താഴെ ഇറക്കും. കാർമൽ ഗിരിശൃംഗങ്ങളിൽ ഒളിച്ചാലും അവിടെ നിന്ന് ഞാൻ അവരെ തിരഞ്ഞു പിടിക്കും. കാർമൽ ഗിരിശൃംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേലും ഈജിപ്തും തമ്മിലും ഇസ്രായേലും അയൽ രാഷ്ട്രങ്ങളൊക്കെ തമ്മിലുള്ള മലമ്പ്രദേശങ്ങൾ, വലിയ പർവ്വത മേഖലകളൊക്കെയാണ്. അവിടെ ഇസ്രായേൽക്കാരുടെ പട്ടാൾക്കാർ ഒളിച്ചിരിക്കും, അതിൻ്റെ മാളങ്ങളൊക്കെ ഉണ്ടാക്കി. അല്ലെങ്കിൽ മറ്റ് ഏതൊരു രാഷ്ട്രങ്ങൾ അവരുടെ ഉയർന്ന, നമ്മളെ സംബന്ധിച്ചോളം ഇന്ത്യയെ സംബന്ധിച്ചോളം ഹിമാലയ പർവ്വതം നമ്മുടെ ഇന്ത്യയുടെ കൈവശമാണ്. അതിൻ്റെ ഗിരിശൃംഗങ്ങളിലൊക്കെ ഇന്ത്യയുടെ പട്ടാൾക്കാർ സുരക്ഷിതമായിട്ട് ഒളിച്ചിരിക്കുകയും യുദ്ധത്തിനായിട്ട് തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. ചൈന അവരുടെ പർവ്വതങ്ങളിൽ ഒളിച്ചിരിക്കുന്നു. യൂറോപ്പും റഷ്യയും തമ്മിലുള്ള പ്രദേശങ്ങളിൽ യുറാൽ പർവ്വതം, അതിൻ്റെ ഭാഗത്തുള്ള പ്രദേശങ്ങളിലൊക്കെ അവിടെ ആൾക്കാർ ഒളിച്ചിരിക്കുന്നു. ആൽപ്സ് പർവ്വതം, അവിടെയും അതിൻ്റെ സംവിധാനങ്ങൾ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്കറിയാം. ഓരോ രാഷ്ട്രങ്ങൾക്കും അതിൻ്റേതായ. അപ്പോൾ കർത്താവ് പറയുകയാണ്, നീ ഏത് മലയുടെ ഏത് ഭാഗത്ത് ഒളിച്ചിരുന്നാലും
നിന്നെ കണ്ടുപിടിക്കുന്ന ഈ മൊബൈൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി മൊബൈൽ ഇല്ലെങ്കിൽ ഒരാളിൻ്റെ അനക്കം, ഒരാളിൻ്റെ ചലനം ഭൂമിയിൽ കൂടെ നടന്നാൽ പോലും മുകളിലത്തെ ബഹിരാകാശത്തിരുന്നു കൊണ്ട് വലിയ ശക്തിയേടി ക്യാമറ കണ്ണുകൾ കൊണ്ട് എന്ത് സംഭവം നിരീക്ഷിക്കാനുള്ള സംവിധാനം ഇതാ നമ്മുടെ ശാസ്ത്ര നേട്ടമായിട്ട് കാര്യപ്പെടുന്നു. അപ്പോൾ കർത്താവ് പറയാണ്, കാർമൽ ഗിരിശൃംഗങ്ങളിൽ ഒളിച്ചിരുന്നാലും അവിടുന്ന് ഞാൻ അവരെ തിരഞ്ഞു പിടിക്കും. എൻ്റെ കണ്ണിൽ പെടാത്ത വിധം ആഴിയുടെ അഗാധങ്ങൾ അവർ ഒളിച്ചിരുന്നാലും സർപ്പത്തിന് ഞാൻ കൽപ്പന നൽകും, അതവർ ധ്വംസിക്കും. ശത്രുക്കൾ അവരെ പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോകും. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ഭൂമിയെ സ്പർശിക്കുമ്പോൾ അത് ഉരുകിപ്പോകുന്നു. അതിലെ നിവാസികൾ ആർത്തരായി കേടുന്നു. അത് മുഴുവൻ നൈൽ പോലെ, അത് ഈജിപ്തിലെ നൈൽ പോലെ പതിഞ്ഞു പൊന്തുകയും താഴുകയും ചെയ്യുന്നു. അപ്പോൾ അവൻ ആഴിയുടെ കണ്ണിൽ ഞാൻ അവരെ എൻ്റെ കണ്ണിൽ പെടാത്ത വിധം ആഴിയുടെ അഗാധങ്ങൾ അവർ ഒളിച്ചിരുന്നാലും, ഏതാണ് മുങ്ങിക്കപ്പലുകളിൽ ഏത് ആഴിയുടെ അഗാധങ്ങളിൽ പോയി ഒളിച്ചിരുന്നാലും കർത്താവ് പറയാണ്, കർത്താവ് ആ സർപ്പത്തിന് കൽപ്പന കൊടുക്കും, അവരെ പോയി ധ്വംസിച്ചോ എന്ന്. അതിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്തുകൂടെ ഈ സർപ്പം ഉള്ളിൽ കയറുകയും അല്ലെങ്കിൽ അതിൻ്റെ യന്ത്രങ്ങൾക്ക് തകരാറ് പറ്റുകയും അല്ലെങ്കിൽ വലിയ പെരുമ്പാമ്പ് അതിനെ ചുറ്റിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. കർത്താവ് ഇതെല്ലാം വ്യക്തമാണ്. അപ്പം മുങ്ങിക്കപ്പലെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ആളുകളെയും കൊണ്ട് ബഹിരാകാശത്ത് ചെയ്യുന്ന വാഹനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, തുരങ്കങ്ങളെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഇനി കർത്താവ് പറഞ്ഞെന്താണ്? ഒളിച്ചിരുന്നാലും ഞാൻ അവരെ തിരഞ്ഞു പിടിക്കും. ആകാശത്തിലേക്ക് അവർ കയറിപ്പോയാലും അവിടെ നിന്ന് ഞാൻ അവരെ വലിച്ച് താഴെ ഇറക്കും. കാർമൽ ഗിരിശൃംഗങ്ങളിൽ ഒളിച്ചിരുന്നാലും, അത് എവിടെ ഒളിച്ചിരുന്നാലും മനുഷ്യനെ കണ്ടുപിടിക്കാൻ തക്കവിധമുള്ള ശാസ്ത്രീയ വസ്തുക്കളുടെ നിർമ്മാണം, അത് ക്വാണ്ടം കമ്പ്യൂട്ടർ ആവാം, റോബോട്ടുകളാവാം, അല്ലെങ്കിൽ എൻ്റെ ക്യാമറ കണ്ണുകളാകാം, ഇതെല്ലാം വെച്ച് കണ്ടുപിടിക്കുമെന്ന് കർത്താവ് പറയുമ്പോൾ ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ അത് ഉണ്ടാക്കുന്നു, ജനങ്ങളെ അതെല്ലാം കാണിക്കുന്നു. ജനങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകും. എല്ലാം ശാസ്ത്രത്തിൻ്റെ നേട്ടമാണ്, എല്ലാം ശാസ്ത്രീയ മഹത്വമാണ്, ഇതെല്ലാം നമുക്ക് നന്മയാണ്, നല്ലതാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ ഇതിൻ്റെ എല്ലാം അനന്തര ഫലം എന്ന് പറയുന്നത് വലിയ യുദ്ധങ്ങളുടെ സംഭവമാണ്. പ്രിയപ്പെട്ടവരെ, ബഹിരാകാശത്തുള്ള നമ്മുടെ ചന്ദ്രനിൽ നിന്നും ഒരു അണുബോംബ് ഭൂമിയിലേക്ക് വന്ന് അതിനെ കണ്ടെത്താൻ പറ്റുകയില്ല. കാരണം അത് എതിലെയാണ് വരുന്നതെന്നോ എത്ര വേഗത്തിലാണ് വരുന്നതെന്ന് ഒരു വിധത്തിലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇനി അഥവാ ദൂരെ നിന്ന് വരുന്നതായിട്ട് കണ്ടുപിടിച്ചാലും അതിനെ അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കാൻ പറ്റാത്ത വിധം മനുഷ്യൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യ വളരെ വളർന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞൊരു വചനത്തെ ആധാരമാക്കി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കൂടുതലും നിങ്ങൾ പറയുന്നത്. അതിനകത്ത് മത്തായിയുടെ സുവിശേഷവും ഈ ലൂക്കായുടെ സുവിശേഷവും അതിനകത്തൊക്കെ പറയുന്നുണ്ട്. വ്യക്തമായി പറയുന്നത് സൂര്യൻ രക്തമയമായി കാണും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൂര്യൻ അപ്രത്യക്ഷമാകും, ചന്ദ്രൻ രക്തമയമായി കാണും. അതിനർത്ഥം ചന്ദ്രനിൽ കൊണ്ട് ആണവ സ്ഫോടനങ്ങൾ വലുതായിട്ട് സംഭവിക്കും. കാരണം ഇസ്രായേലിൻ്റെ കയ്യിൽ അതിൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുണ്ട്. ആ ശാസ്ത്ര സാങ്കേതിക വിദ്യ മറ്റെല്ലാ രാഷ്ട്രങ്ങളും സ്വന്തമാക്കുകയും അയൺ ബീം പോലുള്ള ലേസർ രശ്മികൾ ഉപയോഗിച്ച് അതിനെ കത്തിക്കുകയും ചെയ്യുമ്പോൾ അപ്പോൾ അങ്ങനെയാണ് സൂര്യനും ചന്ദ്രനും അപ്രത്യക്ഷമാകുന്നത്. അതിൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഈ കാലഘട്ടത്തിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ കാലഘട്ടം അതിൻ്റെ അന്ത്യത്തിലേക്ക്, പ്രത്യേകിച്ചും 7 വർഷം കഴിയുമ്പോൾ എന്തു സംഭവിക്കും? ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യ വളരുകയും ഈ സൂര്യനെയും ചന്ദ്രനെയും ഭൂമിയെ നശിപ്പിക്കുവാൻ തക്കവിധം പറ്റിയ എല്ലാ യന്ത്രസ്വാമികളും കണ്ടുപിടിക്കുകയും ചെയ്യും. അതാണ് ഒരിക്കൽ പറഞ്ഞ ഹൈപ്പർസോണിക് മിസൈൽ. അത് ബഹിരാകാശത്തൂടെ പോയിട്ട് ശൂന്യാകാശത്തൂടെ പോയിട്ട് അത് എത്തേണ്ട സ്ഥലത്ത് അതിൻ്റെ കമ്പ്യൂട്ടർ റഡാറിൽ കൂടെ അത് സാധനം എത്തുകയാണ്. അത് വീഴുക തന്നെ ചെയ്യും. കാരണം വീഴാതിരിക്കാൻ പറ്റില്ല, തടയാൻ പറ്റില്ല. അപ്പോൾ കർത്താവ് ഈ പറഞ്ഞു വെച്ച സംഭവങ്ങളെല്ലാം സംഭവിക്കുന്ന 7 വർഷമാണ് ഇനി വരുന്ന 7 വർഷം. അതായത് യുഗാന്ത്യം, ലോകാവസാനം, പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്നൊക്കെ പറയുന്ന രീതിയിൽ ഉള്ള കാലഘട്ടത്തിലേക്ക് ലോകം എത്തപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. ഇതിങ്ങനെയൊക്കെ വചനത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് നിങ്ങളെ ഗ്രഹിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ഒരു ചിന്ത മനസ്സിലെപ്പോഴും ഉണ്ടാകണം. ഇന്നല്ല നാളെ ലോകം അവസാനിച്ചേക്കും എന്ന് നമ്മൾ. അപ്പോൾ ഇതിൻ്റെ തലക്കെട്ട് ഞാൻ കൊടുക്കുന്നത് പ്രിയപ്പെട്ട പിശാചേ എന്നാണ്. അത് പ്രിയപ്പെട്ട പിശാചേ എന്ന തലക്കെട്ടി കൊടുത്തുകൊണ്ട് അതിൻ്റെ 2-3 ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ നഗ്നസത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് തരുന്ന സന്ദേശങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇതെല്ലാം മുന്നറിയിപ്പ് ക്ലാസ്സുകളാണ്, മുന്നറിയിപ്പ് ധ്യാനങ്ങളാണ്, മുന്നറിയിപ്പ് മെസ്സേജുകളാണ് നിങ്ങൾക്ക്. കാരണം ലോകം എങ്ങനെ പോയിക്കോട്ടെ, അത് പ്രശ്നമല്ല. ഞാൻ അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനി കത്തോലിക്ക സഭ എങ്ങനെ ഒരുങ്ങി യേശുവിൻ്റെ വഴിയായിട്ട് ഒരുങ്ങിയിരിക്കണം എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ട പിശാചേ എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം തന്നെ നമ്മൾ വിചാരിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യ വളരെ മനോഹരം, നല്ലതാണ്. പക്ഷേ ഒരു യുദ്ധം വന്ന് മനുഷ്യൻ്റെ കാല് കൈ മുറിയുകയും മനുഷ്യൻ മരിക്കുകയും ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആനന്ദിക്കുന്ന ആരാണ്?
പിശാചാണ്. അപ്പോൾ ഇതെല്ലാം ശാസ്ത്ര സാങ്കേതിക വിദ്യയാണ്, നല്ലതാണെന്ന് പറഞ്ഞ് പിശാചിനെ നമുക്ക് തരും. എന്നാൽ അതേ പിശാചി തന്നെ നമ്മളെ നശിപ്പിക്കുകയും നമ്മളെ ദുഃഖിപ്പിക്കുകയും വേദനിപ്പിക്കുകയും കരയുകയും ചെയ്യും. അതുകൊണ്ടാണ് ആ തലക്കെട്ടിയും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇതെല്ലാം അടുത്തടുത്തടുത്ത് വരുമ്പോൾ ഗ്രഹിക്കുവാൻ കഴിവുള്ളവൻ ഗ്രഹിച്ചുകൊള്ളട്ടെ. യൂദായിലുള്ളവൻ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ. കർത്താവിൻ്റെ ആത്മാവ് ജെറുസലേം പുത്രിമാർ കരഞ്ഞുകൊണ്ട് നിന്നപ്പോൾ അവരോട് പറഞ്ഞു, എന്താ കർത്താവ് അവരോട് പറഞ്ഞൊരു അന്നെന്ന് പറഞ്ഞിട്ട് മഹാപീഠത്തിൻ്റെ കാലമൊക്കെ വരുമ്പോൾ, മഹാ കഷ്ടങ്ങൾ കഴിയുമ്പോൾ, അന്നവർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വന്ന് മൂടുവിനെന്നും കുന്നുകളോട് ഞങ്ങളെ വന്ന് വീഴുവിൻ എന്ന് പറയും. പർവ്വതങ്ങളോട് ഞങ്ങളെ വന്ന് മൂടുവിനെന്നും കുന്നുകളോട് ഞങ്ങളുടെ മേൽ വന്ന് വീഴുവിനെന്ന് പറഞ്ഞോണം. എന്ന് പറഞ്ഞാൽ എങ്ങനെയും ഞങ്ങളെ മൊത്തം കൊന്നുകളയുക, കാരണം ഇത് സഹിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, ത്രാണിയില്ല എന്നുള്ള രീതിയിലേക്കുള്ള മഹാപീഡനങ്ങളും വലിയ യുദ്ധങ്ങളും ഈ 2033 കാലഘട്ടങ്ങളിലേക്ക് യുഗാന്ത്യത്തിലേക്ക് വരുമ്പോൾ സംഭവിക്കാൻ പറയുമ്പോൾ അതിൻ്റെ യന്ത്ര സാമഗ്രികളാണ് ഇപ്പോൾ കണ്ടുപിടിക്കുന്നത്. അതെല്ലാം യാഥാർത്ഥ്യം. അത് ലോകാവസാനം ഇല്ലെന്ന് ഒരുപാട് ആളുകൾ പറയും. ഞാൻ പലപ്പോഴും പല വ്യക്തിയോടും യേശുവിൻ്റെ രണ്ടാമത്തെ വരവുണ്ടെന്നും ഈ കാണുന്ന പ്രപഞ്ചം ഇല്ലാതെയാവുന്നു, കത്തിച്ചാമലാവുന്നു ഒക്കെ പറയുമ്പോൾ അവർ വെച്ചേട്ടാ ഈ ഇത്രയും വിശാലമായ ഭൂമി അങ്ങനെ ഒരിക്കലും ഇല്ല, ഒരു ലോകാവസാനം വരെ സംഭവമില്ല എന്നാണ്. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ആ യന്ത്രങ്ങൾ മുഴുവനും ഇപ്പോൾ കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിച്ചിട്ട് അതിലൂടെയാണ് ആണവ സ്ഫോടനങ്ങൾ നടക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ വരവ് ഇതാ പടിവാതിൽക്കൽ എത്തിയിരിക്കുന്നു. ഇതാ കർത്താവിൻ്റെ ദിനം അതിവേഗം വരുന്നു. സെഫാനിയയുടെ പുസ്തകം സെഫാനിയ 1-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, ഇതാ കർത്താവിൻ്റെ ദിനം അതിവേഗം വരുന്നു, അത് എത്രയും വേഗം അടുത്തെത്തിയിരിക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ പ്രിയപ്പെട്ടവർ ഒരുങ്ങുക എന്ന് പറയുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ പ്രത്യേകം ശ്രദ്ധിച്ചാൽ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ സ്വന്തമായിട്ട് ഒരുങ്ങാൻ സാധിക്കില്ല. നിങ്ങൾ എത്ര ശ്രമിച്ചാലും, നിങ്ങൾ എത്രമാത്രം ഈ ക്ലാസ്സുകൾ ബോധ്യപ്പെട്ടാലും, ഈ ക്ലാസ്സിനകത്ത് നിങ്ങൾ എങ്ങനെ ചിന്തിച്ചാലും നിങ്ങളുടെ ഒരുക്കം പൂർണ്ണമാവുകയില്ല. അങ്ങനെ പൂർണ്ണമാകണമെങ്കിൽ അത് എൻ്റെ ധ്യാനം കൂടി തന്നെ, അതിൻ്റെ ക്ലാസ്സിൽ കൂടി തന്നെ പോയാലേ നമുക്കതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഘടനാപരമായിട്ട് മനസ്സിലാക്കണം, സത്യമായിട്ട് മനസ്സിലാക്കണം, ക്രമമായിട്ട് മനസ്സിലാക്കണം. അല്ലാതെ പെട്ടെന്നാൾ ഒരുങ്ങിയേക്കാൻ ഒരുങ്ങാൻ പറ്റില്ല. കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം ആളുകൾ ഒരുങ്ങുന്നതായിട്ട് എന്നോട് അവർ തന്നെ വിളിച്ച് പറയുന്നുണ്ട്. ക്ലാസ് കിട്ടിയെങ്കിൽ ഈ രീതിയിൽ, അപ്പോൾ ഇവിടെ പറഞ്ഞ ആ രീതിയിൽ ഈ വസ്തുക്കൾ അതെല്ലാം മാറ്റുന്നു, ഇങ്ങനെ മാറ്റുന്നു, അങ്ങനെ ഒരുങ്ങുന്നു പറഞ്ഞുകൊണ്ട് ആളുകൾ ഒരുങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞു. ആ സത്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് യേശു രണ്ടാമത്തെ ഉടൻ തന്നെ ഉണ്ട് എന്ന് വീണ്ടും നിങ്ങൾ ഗ്രഹിക്കുക. ഇത് ആവർത്തിച്ച് നിങ്ങൾ ചിന്തിക്കണം. യേശു ഉടൻ വരും. അത് മനസ്സിൽ നമ്മളിങ്ങനെ ആവർത്തിച്ച് വേണം, മനസ്സുകൊണ്ട് ചിന്തിച്ച് വേണം. യേശു ഉടൻ വരാറായി, ഈശോ ഉടൻ തന്നെ ഭൂമിയിലേക്ക് വരും, എന്നെ കൂടി സ്വർഗത്തിലേക്ക് പോകും. എന്നെ കൂടി സ്വർഗത്തിലേക്ക് പോയില്ലെങ്കിൽ ഈ മഹാപീഠത്തിൽ ഞാൻ പെട്ടുപോകും. അതുകൊണ്ട് യേശു ഉടൻ വരും, ലോകം അവസാനിക്കും, ഈശോ ഉടൻ വരും. ഇങ്ങനൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ അലയടിച്ചു വരണം പ്രിയപ്പെട്ടവരെ. എങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഉടൻ ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം ബഹിരാകാശത്തേക്ക് ആണവ മിസൈലിൽ പോയി കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കാനോ സാധിക്കില്ല. നേരെ വരുന്ന മിസൈലാണെങ്കിൽ അയൺ ഡോം കൊണ്ടോ ഒക്കെ നമുക്ക് വെടിവെച്ചിടാം, അതിനെ നശിപ്പിക്കാം. പക്ഷേ ബഹിരാകാശത്ത് നിന്ന് ശൂന്യാകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വരുന്നത് എവിടെ നിന്ന് വരുന്നതെന്നോ എത്ര വേഗത്തിൽ വരുന്നതെന്നോ ആർക്കും കണ്ടെത്താൻ സാധിക്കില്ല. അതുകൊണ്ട് കർത്താവിനാണ് നിങ്ങൾ കണ്ടുപിടിച്ച എല്ലാ യന്ത്ര സാമഗ്രികളും നിങ്ങളെ തന്നെ നശിപ്പിക്കുന്നതിന് വേണ്ടി, നിങ്ങളെ തന്നെ ഇല്ലായ്മ വെച്ചതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കും, കർത്താവിനെ ഉപയോഗിക്കും. അതിൻ്റെ യന്ത്ര സാമഗ്രികളെ മനുഷ്യരുടെ നാശത്തിനായിട്ട് കർത്താവ് തിരിച്ചു. അതിൻ്റെ പരിശ്രമങ്ങളെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ ഉടൻ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ സർവ്വശക്തനായ ഈശോ നമ്മെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ.